സൈനികർ സംസാരിക്കുമ്പോൾ എപ്പോഴും സൈനികരെ കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന അതിനകത്ത് ഈ തീവ്രവാദി അല്ലെങ്കിൽ ഭീകരവാദി നിൽക്കുന്ന അവരുടെയും ഒരു ചിന്തയുണ്ട്. അപ്പം ഞാനന്ന് നമ്മളിങ്ങനെ ഓപ്പറേഷൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമ്മളൊരു പയ്യൻ ഈ മലയുടെ ഒരു ക്ലിഫിൽ നിന്ന് താഴോട്ട് വീണു. ആ താഴോട്ട് വീണപ്പോൾ ഞങ്ങൾ പോയി പുള്ളിയെ എടുത്തു ഹെൽപ്പ് ചെയ്ത് കൊണ്ടുവന്നു. പുള്ളി പിന്നെ താഴോട്ട് പോയി അവിടെ തന്നെ ലോക്കലായിട്ടുള്ള ആളുകളുടെ ഗുജർ കമ്മ്യൂണിറ്റി ഉള്ള അവരുടെ ഒരു കട്ടിലൊക്കെ എടുത്ത് അതിൽ നിന്ന് നമ്മൾ താഴെ കൊണ്ടുപോയി അദ്ദേഹത്തിനെ ഇവാക്യുവേറ്റ് ചെയ്ത് ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് പുള്ളി രക്ഷപ്പെട്ടു. അപ്പൊ ആ സമയത്ത് നമ്മൾ ഈ ടെററിസ്റ്റുമായിട്ട് സംസാരിക്കും. നമ്മളിൽ ഈ ടെററിസ്റ്റിന്റെ റേഡിയോ സെറ്റ് നമ്മൾ പിടിച്ചടക്കും. ടെററിസ്റ്റ് റേഡിയോ സെറ്റ് നമ്മളിൽ കിട്ടും. അപ്പൊ അത് വെച്ച് നമ്മൾ ഈ ടെററിസ്റ്റുകാർ ഇവർ വരുമ്പം ഇവർ ഇൻഫിൽട്രേറ്റ് ചെയ്ത് അകത്തോട്ട് വരുമ്പോൾ ഇവർക്ക് തിരിച്ച് അന്ന് പാകിസ്ഥാനിൽ അല്ലെങ്കിൽ POKയിൽ അവർ റിപ്പോർട്ട് കൊടുക്കണമായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തി, ഇവിടെ ഇത്രയുണ്ട്, ഇവിടെ ഇത്രയും മൂവ്മെന്റ്സ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ഇവിടുത്തെ കാലാവസ്ഥ മോശമാണ്, അല്ലെങ്കിൽ ഞങ്ങൾ 5 പേരിൽ ഒരാൾക്ക് വയ്യ, ഞങ്ങൾക്ക് ഈ ഒരു കാര്യം വേണം. അപ്പൊ ആരെങ്കിലും അവർ അവിടുന്ന് പാസ് ചെയ്ത് അവിടുന്ന് ആരെങ്കിലും കൊണ്ടുവന്ന് എന്തെങ്കിലും സാധനങ്ങൾ കൊടുക്കും. അപ്പൊ ഈ റിപ്പോർട്ടിംഗ് അവരുടെ ടൈം അനുസരിച്ചായിരിക്കും. രാവിലെ ഒരു 6 മണി, 12 മണി, ഇങ്ങനെ വൈകിട്ട് 6 മണി, ഇങ്ങനെയൊക്കെയുള്ള റിപ്പോർട്ടിംഗ് സിസ്റ്റം ഉണ്ടായിരുന്നു. അപ്പൊ ആ റിപ്പോർട്ടിംഗ് സിസ്റ്റത്തിന്റെ ഇടയ്ക്ക് നമ്മൾ ഈ സെറ്റ് വെച്ച് നമ്മളും കയറും. എന്നിട്ട് നമ്മൾ അതിനകത്ത് കയറി നമ്മളായിട്ടുള്ള പ്രൊപ്പഗാൻഡയും നിങ്ങൾക്ക് എന്തുകൊണ്ട് സറണ്ടർ ചെയ്തുകൂടാ, അല്ലെങ്കിൽ നിങ്ങൾ വാ, അങ്ങനെയൊക്കെ ഉള്ളൊരു എന്താ പറയുക വെല്ലുവിളിയും അങ്ങനെയൊക്കെ ഉള്ള ഒരു സിസ്റ്റം അവിടെ ഉണ്ട്. ആ കാര്യത്തപ്പോൾ നമ്മൾ എല്ലാവരുടെയും എപ്പോഴും ഈ സെറ്റ് കാണും. അപ്പോൾ ആ റേഡിയോ സെറ്റ് എപ്പോഴും ഓൺ ആക്കിയാലും നമുക്കറിയാം നമ്മളെ ഏരിയയിൽ ആരോ വന്നിട്ടുണ്ടെന്നുള്ളതൊക്കെ അറിയാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ആ സമയത്ത് നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഓഫ് ടെററിസ്റ്റ് അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിരുന്നു. അപ്പം നമ്മൾ അവരെ ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു ഈ ഓപ്പറേഷൻ തന്നെ പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ അന്ന് ഞങ്ങൾ സംസാരിച്ചപ്പം ഈ അപ്പുറത്ത് നിന്ന് ടെററിസ്റ്റ് അവർക്കും അറിയാം ഞാൻ ആരാന്ന്. ബിക്കോസ് അവർക്കറിയാം ഞാൻ ഏത് പോസ്റ്റിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എന്റെ കംപ്ലീറ്റ് ഇന്റലിജൻസും അവർക്കും ഉണ്ട്. ബിക്കോസ് അവർ നാച്ചുറലി അവർക്കും കിട്ടുമല്ലോ എല്ലാം. അവരും കൈ നോക്കി വെച്ച് പേര് സഹിതം നാട് സഹിതം എല്ലാം അവർക്കും കറക്റ്റായിട്ട് അറിയാൻ പറ്റും എന്താണ് ആരാണെന്ന് എത്ര നമ്മൾ ഒളിപ്പിക്കാൻ ശ്രമിച്ചാലും. അപ്പൊ അന്ന് ഞങ്ങളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഈ ടെററിസ്റ്റ് എന്റെ അടുത്ത് ചോദിച്ചു, സാബ് ഇന്നലെ ഉച്ചയ്ക്ക് വീണ ആ പയ്യൻ എങ്ങനെ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ അറിയാം പയ്യൻ എങ്ങനെ ഉണ്ടെന്ന്? അല്ല സാർ പറ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല കുഴപ്പമില്ല, ദൈവം വെരി ഗുഡ്, ദൈവം ऊपर वाली कृपा से अच्छा हो गया, वो बच गया. ഞാൻ പറഞ്ഞു, നിനക്ക് എങ്ങനെ അറിയാം? ഞാനാണ് തൊട്ട് മുകളിലല്ലായിരുന്നു ഇരുന്നതെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചത്, നീ മുകളിലിരുന്ന് നീ എന്തുകൊണ്ട് ഫയർ ചെയ്തില്ലെന്ന്. എന്തിനാ സാറേ ഫയർ ചെയ്യുന്നത്? സാറിന്റെ ഡ്യൂട്ടി ചെയ്യുന്നു, ഞാൻ എന്റെ ഡ്യൂട്ടി ചെയ്യുന്നു എന്ന് ഉള്ള ഒരു വാചകമാണ് പുള്ളി പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു, നീ ഇത്ര നല്ല മനുഷ്യനായിട്ട് നിനക്ക് എന്താ നീ ഈ തോക്കുമായിട്ട് നടക്കുന്ന കാര്യമുണ്ടോ? നിനക്ക് സറണ്ടർ ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. പറഞ്ഞു, സാറേ ഓരോരുത്തർക്കും ഓരോ കഥകളുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അത് പറഞ്ഞിട്ട് പുള്ളി വിട്ടു, വേറെ ഒന്നും സംസാരിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ ടെററിസ്റ്റ് ആണെങ്കിൽ തന്നെയും ചിലവര് മനഃപൂർവ്വം അല്ല ഇങ്ങനെ, അതായത് ഈ ടെററിസ്റ്റ് ആവണമെന്ന് അറിഞ്ഞിട്ടില്ല, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സാഹചര്യം കൊണ്ടായിരിക്കും വരുന്നത്. അപ്പൊ അന്ന് ആ ടെററിസ്റ്റിന് ഫയർ ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ ഇന്ന് ഈ കഥ പറയാനും കാണത്തില്ല, ആ ജവാനും വന്നത് ആ തൊട്ട് മുകളിൽ ഇരുന്നിട്ട് പോലും പുള്ളി ചെയ്തില്ല. അപ്പൊ അതൊരു കഥ എപ്പോഴും എന്റെ മനസ്സിനെ സ്ട്രൈക്ക് ചെയ്യുന്നുണ്ട്.